അപ്പോൾ എങ്ങനെ തുടങ്ങിയാലോ? സെറ്റല്ലേ? ഒരു പൊതിച്ചോറ് കഴിക്കാൻ കൊതി തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇലയുടെ ക്ഷാമം കൊണ്ട് പൊതിച്ചോറിന് കൊതിച്ചോണ്ടിരിക്കാനേ പറ്റിയുള്ളൂ. അവസാനം എനിക്ക് ഇല കിട്ടിയ ഇലയോ ഇച്ചിരിയുള്ള ചെറിയ ഇലകളാണ് കിട്ടിയത്. അത് മതി തൽക്കാലം ആശ്വാസത്തിന്, അല്ലേ? ഏതായാലും തയ്യാറാക്കുമല്ലേ, എന്നാൽ ഇച്ചിരി കാര്യമായിട്ടാട്ടെന്ന് കണ്ടു. 7 പൊതി ഞാൻ കിട്ടിയിട്ടുണ്ട്. ചമ്മന്തി ഇല്ലാതെ എന്ത് പൊതിച്ചോറല്ലേ? ഇനി ഞാൻ മാങ്ങാ ചമ്മന്തിയാണ് പൊതിച്ചോറിൻ്റെ കൂടെ തയ്യാറാക്കുന്നത്. അതിന് മാങ്ങ എല്ലാം അരിഞ്ഞു, മുളക് ചുട്ട എടുത്തേക്കുന്നത്, തേങ്ങ എടുത്തു, ചുമന്നുള്ളി എടുത്തു, ഇഞ്ചി എടുത്തു, ഉപ്പെടുത്തു, കരിയാപ്പില എടുത്തു, എല്ലാം കൂടെ വെള്ളം തൊടാതെ നമുക്ക് അരച്ചെടുത്ത് ഉരുളയാക്കി വയ്ക്കാം. മീനില്ലാതെ എന്ത് പൊതിച്ചോറ്? അതിനായിട്ട് മീനായിട്ട് ഞാൻ എടുത്തേക്കുന്ന അയല മീനാണ്. അത് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മുട്ട പൊരിച്ചതും പൊതിച്ചോറിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമല്ലയോ. അതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളി, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, കരിയാപ്പില പൊടിയായിട്ട് അരിഞ്ഞത്, തേങ്ങായ, കുരുമുളക് പൊടി, പച്ചമുളക്, ഇത്ര സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒട്ടും നാണംകേട് വിചാരിക്കേണ്ട. കൈ കൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഞെരടി പൊടിക്കുക. ഇനി നമുക്കൊരു ഗ്ലാസ്സിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ മിക്സിനകത്തുനിന്ന് 1 സ്പൂണോ 1.5 സ്പൂണോ എല്ലാം എടുത്ത് നന്നായിട്ട് അടിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്ന ദോശക്കല്ലിലോട്ടിട്ട് തിരിച്ചു മറിച്ചെടുത്താൽ നമ്മുടെ ഓംലേറ്റ് റെഡി. അങ്ങനെ ഞാൻ 7 പൊതിക്കുള്ള ഓംലേറ്റ് തയ്യാറാക്കിയെടുത്ത്. ചിലർ മുട്ട പൊരിക്കുമ്പോണ്ടല്ലോ ഈ ഇഞ്ചി ഉള്ളി എല്ലാം സെപ്പറേറ്റ് മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ മുട്ട പൊരിക്കാൻ നേരം ഇഞ്ചി എടുക്കണം, ഉള്ളി എടുക്കണം, തേങ്ങപ്പിരി എടുക്കണം, പച്ചമുളക് എടുക്കണം. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. 1 സ്പൂണോ 2 സ്പൂണോ എടുത്തിട്ട് ഇളക്കിയാൽ മതിയല്ലോ. ഇനി നമുക്ക് പൊതി കെട്ടാനായിട്ട് ആരംഭിക്കാമേ. ഈ ഇലയുടെ പുറകിൽ മുരുത്തെന്ന് പറയുന്നുണ്ട് ഒരു സംഭവമുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെ പറയുന്നത്, എല്ലാവരും എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അത് നമുക്ക് ഒന്ന് പിച്ചാത്തി കൊണ്ട് വല്ല ചെന്തി കളയണമേ. എന്നിട്ട് വേണം, ഇല്ലെങ്കിൽ അത് മടക്കുമ്പം ഇലയുടെ ഭാഗം അങ്ങ് കീറി ഇങ്ങ് പോകും. ഈ മുരുത്തിന് കട്ടിയുള്ളതുകൊണ്ട് അതുകൊണ്ട് അത് കീറി സോഫ്റ്റ് ആക്കി എടുക്കുന്നു. ഇനി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ട്, ഇത് നന്നായിട്ടൊന്ന് തുടയ്ക്കാമേ. അടുത്തായിട്ട് ഞാൻ ഉപ്പ് നീരും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെള്ളമാണ് ഇതിനകത്തോട്ട് തളിച്ചു കൊടുത്തത്. അത് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എനിക്ക് ചോറിനകത്ത് ഇച്ചിരി ഉപ്പും കൂടെ ഒഴിച്ച് കഴിച്ചെങ്കിൽ ചോറിനൊരു ടേസ്റ്റ് തോന്നത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് വെച്ചത്. ഇനി എന്താ ചോറ് വിളമ്പുക? ചോറൊക്കെ കുറച്ച് മാത്രമേ വിളമ്പാവൂ. ഇല ചെറുതായതുകൊണ്ട് ഒത്തിരി കൂന കൂട്ടി വിളമ്പിയാൽ പൊതിയാൻ പറ്റത്തില്ല. ഇതിനകത്തുള്ളത് പയർ മെഴുക്കുവരട്ടി, ബീട്രൂട്ട് തോരൻ, ചമ്മന്തി, മുട്ട പൊരിച്ചത്, മീൻ വറുത്തത്, അച്ചാർ. ഇനി അത് നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇങ്ങനെ 2 സൈഡും ഒന്ന് ഒതുക്കിയെടുക്കണം, ഒന്ന് കുലുക്കി. അതിനുശേഷം മേളിലെ തുമ്പ് ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കുക. അതിനുശേഷം അടിഭാഗം വീണ്ടും മേളിലോട്ട് മടക്കി ഇങ്ങനെ ഇലക്കകത്ത് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് റെഡിയായി. 2 എണ്ണം മാത്രമേ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളൂ, ബാക്കി ഞാൻ ഒരാൾക്ക് കൊടുക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.